ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ കളിക്കാൻ പോകുന്നത് നിഞ്ച റാഷി 2 ഫൈൻഡ് ആണ്. അപ്പം നമ്മൾ ആദ്യം ആർട്ടിഫൈൻഡ് തപ്പിൻ്റെ മുമ്പ് നമുക്ക് ആദ്യം ഈ 36, 37, 38 ലെവലിൽ പോകണം. അതിലാണ് ഡോട്ടാക്കു എന്ന ആർട്ടിഫൈൻ ഉള്ളത്. ആ ആർട്ടിഫൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എല്ലാം ആർട്ടിഫൈൻ്റെ ലൊക്കേഷൻ കാണും. അതിന് നമുക്ക് ഓൾറെഡി അറിയാം 38 ഉള്ളത് തന്നെ. അതുകൊണ്ട് ഞാൻ 38 ഇപ്പോൾ കളിച്ചിട്ടുണ്ട്. 38 ഈ ലൊക്കേഷനിൽ വന്നുകൊണ്ട് എനിമീൻ്റെ ബോംബിൻ്റെ അടുത്ത് നിന്നാൽ നമുക്ക് ഈ ഡോട്ടാക്കോ ആർട്ടിഫൈൻഡ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു 3 കിട്ടി. ഈ ഡോട്ടാക്കോൻ്റെ കൂട്ടിക്കാണ്ട് 4 നമ്മൾ 3 സ്ഥലവും പറഞ്ഞുതരും. ഈ ഡോട്ടാക്കോൻ്റെ ഉപകാരം എന്ന് വെച്ചാൽ ഈ ലെവലിൻ്റെ അവിടെ ഒരു പ്രത്യേക ഒരു കറുപ്പ് കളർ കാണാം. അവിടെ ആർട്ടിഫൈൻ ഉണ്ടെന്നാണ് അർത്ഥം. നീല കളറായത് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി അവിടെ ആർട്ടിഫൈൻ എടുത്തുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ 8ാം ലെവലിൽ ഈ ലൊക്കേഷനിൽ വന്നാൽ ആ കോയിൻ ഓഫ് ലക്ക് കിട്ടുന്നതാണ്. അടുത്തത് 15ാമത്തെ ലെവലിൽ പോവാം. എന്നിട്ട് ഈ ലൊക്കേഷനിൽ വന്നാൽ ഇതാ വീണ്ടും കിട്ടും. ഒരു ആർട്ടിഫൈനും കൂടി കിട്ടിയിട്ടുണ്ട്. ഇതെനിക്ക് നേരത്തെ കിട്ടിയതാണ്. ഇതാണ് ഇനി 20ാമത്തെ ലെവലിൽ പോകണം. 20ാമത്തെ ലെവലിൽ വേറൊരു ആർട്ടിഫൈൻ ഉണ്ട്. ഈ ലൊക്കേഷനിൽ വന്നുകൊണ്ട് അപ്പോൾ അധികം ആൾക്കാർ ഇങ്ങനെ പറന്നങ്ങോട്ട് പോകും. അതുകൊണ്ട് ആർട്ടിഫൈൻ എവിടെയൊന്നും മനസ്സിലാവില്ല. നമ്മൾ ഇതേപോലെ ഡൗൺ ആയാൽ ആർട്ടിഫൈൻ ഒളിപ്പിച്ച സ്ഥലത്തെത്തും. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു ആർട്ടിഫൈൻ എടുത്തിട്ടുണ്ട് ഓൾറെഡി. പിന്നെ നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ലെവൽ 29 കറുപ്പ് കാണിക്കുന്നതായി ഞാൻ എടുത്തിട്ടില്ല. ഈ ലൊക്കേഷനിൽ വരാൻ നമ്മൾ അവിടെ നേരെ ചാടേണ്ട ഒരു ഇതിൽ കൂടെ ഇങ്ങനെ പോയാൽ നമുക്ക് ഈ ആർട്ടിഫൈൻ കിട്ടും. ഞങ്ങൾ ആർട്ടിഫൈൻ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ആർട്ടിഫൈൻ നോക്കാം. നമ്മൾ എടുത്തത് ഒരു സ്വാഡ് മോഡലാണ്. സോഡ് ഓഫ് ടാറ്റ്സുമ എന്നൊരു ആർട്ടിഫൈൻഡാണ്. ആർട്ടിഫാക്റ്റ് ലെവലിലാണ് ഈ ലൊക്കേഷനിൽ വരിക. ഈ ബോംബിൻ്റെ കൊല്ലുണ്ടാക്കി ഇങ്ങനെ നിന്നാൽ നമുക്ക് ഈ ഒരു സ്ഥലം തുറക്കും. ഇവിടെ വേറൊരു ആർട്ടിഫാക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ആർട്ടിഫാക്റ്റിൻ്റെ ലൊക്കേഷൻ നോക്കാം. അപ്പോൾ ആർട്ടിഫാക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 ആർട്ടിഫാക്റ്റ് കൂടി വേണം. അടുത്ത ആർട്ടിഫാക്റ്റ് 50ാമത്തെ ലെവലിലാണ്. ഈ 50ാമത്തെ ലെവലിൽ ഈ ലൊക്കേഷനിൽ വന്നാണ് നിങ്ങൾ ആ ബോംബിനെ കൊല്ലരുത്. നേരെ ആ ബോംബിൻ്റെ അടുത്ത് പോവുക. എന്നിട്ട് കാത്തിരിക്കാം. ആ പൊട്ടുമ്പോൾ നമുക്ക് മുകളിലൊരു ഓപ്പണായി കിട്ടും. ഇതാണ് അടുത്ത ആർട്ടിഫാക്റ്റ് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്. നമുക്ക് അടുത്ത ആർട്ടിഫാക്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ആർട്ടിഫാക്റ്റും കൂടി കിട്ടാനുള്ളൂ. അതും കൂടി കിട്ടിയാൽ നമ്മളുടെ ആർട്ടിഫാക്റ്റ് കംപ്ലീറ്റ് ആകും. പിന്നെ നമുക്ക് അടുത്ത ആർട്ടിഫാക്റ്റ് എവിടെ നിന്ന് തപ്പാം. അതൊരു മാസ്കാണ്. അടുത്ത ആർട്ടിഫാക്റ്റ് ആകെ ഒന്നും കൂടി ഉള്ളൂ. നമുക്കൊരു 7 കിട്ടിയിട്ടുണ്ട്. നേരെ അടുത്ത ആർട്ടിഫാക്റ്റ് എവിടെ നോക്കാം. അടുത്ത ആർട്ടിഫാക്റ്റ് 58ാമത്തെ ലെവലിലാണ് ഈ ലൊക്കേഷനിൽ വരിക. അവിടെ ചാടുക. അപ്പോൾ ഉണ്ടാവും അവിടെ മുള്ളില്ലാത്ത ഭാഗം. ആ മുള്ളില്ലാത്ത ഭാഗത്ത് ചാടി നേരെ ഒരു ട്രാഷ് ഉപയോഗിച്ച് നേരെ ആർട്ടിഫാക്റ്റ് കിട്ടുന്നതാണ് മാസ്ക്. നമുക്ക് ഈ മാസ്ക് ആർട്ടിഫാക്റ്റും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ആർട്ടിഫാക്റ്റും കിട്ടിയിട്ടുണ്ട്. ഈ ആർട്ടിഫാക്റ്റിൻ്റെ ലൊക്കേഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞ ഈ ഡോട്ടാക്കോണ് ആദ്യം കണ്ടുപിടിച്ചേണ്ടത്. 36, 37, 38 ലെവലിലാണ് ഇതുണ്ടാവുക. അപ്പം നിങ്ങൾ ആദ്യം അത് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ തന്നെ ആ ലൊക്കേഷനുകൾ കണ്ടുപിടിക്കുക ആ ലെവലിലുള്ള. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.